ഭാരതത്തിന്റെ അഭിമാനമായ ബ്രഹ്മോസ് മിസൈലിനോട് താൽപര്യം പ്രകടിപ്പിച്ച 15-ലേറെ രാജ്യങ്ങൾ ബ്രഹ്മോസ് ലഖ്നൌവിൽ നിർമ്മിക്കുമെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അറിയിച്ചു. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ബ്രഹ്മോസിന്റെ കരുത്ത് ലോകമറിഞ്ഞിരുന്നു. വിവരങ്ങളുമായി നന്ദഗോപൻ ഒപ്പുചേരുന്നു. നന്ദഗോപൻ, നമ്മൾ പാകിസ്ഥാനെതിരായ തിരിച്ചടിയിൽ ഏറ്റവും ഉറക്കെ കേട്ട ഒരു പേരാണ് ബ്രഹ്മോസ്. അതിപ്പോൾ കൂടുതൽ രാജ്യങ്ങൾ ആവശ്യപ്പെട്ട് മുന്നോട്ട് വരുന്നു. തദ്ദേശീയമായി കൂടുതൽ നിർമ്മിക്കാൻ തീരുമാനമെന്ന് കേന്ദ്ര പ്രതിരോധ മന്ത്രി തന്നെ പറയുന്നു. വിവരങ്ങൾ. കൃഷ്ണരാജ്, പാകിസ്ഥാന്റെ രാത്രികളിൽ പകൽപൂരം നടത്തിയ ബ്രഹ്മോസ്, അതേപോലെ തന്നെ റാവൽപിണ്ടി അടക്കമുള്ള പാകിസ്ഥാന്റെ വ്യോമതാവളങ്ങൾ ആക്രമിച്ച ബ്രഹ്മോസ്, ആ ബ്രഹ്മോസിനെ തേടി ലോകരാജ്യങ്ങളാകെ എത്തുകയാണ്. 15-ലധികം രാജ്യങ്ങളാണ് ബ്രഹ്മോസ് ആവശ്യപ്പെട്ടുകൊണ്ട് ഭാരതത്തിന് മുന്നിലേക്ക് എത്തിയത്. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ കഴിഞ്ഞ മെയിൽ നടന്ന ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ഓപ്പറേഷൻ സിന്ദൂറിൽ ഭാരതത്തിന് വിജയം കൈവരിക്കുവാൻ വേണ്ടി, വിജയക്കൊടി നാട്ടുവാൻ വേണ്ടി നിർണായക പങ്ക് വഹിച്ചത് ബ്രഹ്മോസ് ആണെന്ന് ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ വ്യക്തമായിട്ടുണ്ട്. അത് പാകിസ്ഥാൻ തന്നെ പല സന്ദർഭങ്ങളിലും തുറന്നു പറഞ്ഞിട്ടുണ്ട്. ചിന്തിക്കാൻ കഴിയുന്നതിന് മുമ്പേ തന്നെയാണ് ബ്രഹ്മോസിന്റെ ആക്രമണമുണ്ടായത്. പ്രത്യാക്രമണം നടത്തുവാൻ പോലും സാധിച്ചിരുന്നില്ല എന്നുള്ളത് പാകിസ്ഥാൻ ഭരണകൂടം പലപ്പോഴും ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ തന്നെ അവരുടെ സംഭാഷണങ്ങൾ പുറത്തു വന്നതാണ്. അതായത് പല പരിപാടികളിലും ഖത്തറിലും അതേപോലെ തന്നെ ഇസ്രയേൽ, അതേപോലെ തന്നെ മറ്റ് വിവിധ ലോകരാജ്യങ്ങളിലൊക്കെ തന്നെ നടന്ന ചില പരിപാടികളിൽ പങ്കെടുത്ത പാകിസ്ഥാന്റെ ഭരണ നേതൃത്വം തന്നെ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. റാവൽപിണ്ടിയിൽ തങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്നതിന് മുമ്പേ തന്നെ ഏതാണ്ട് 22 സെക്കൻഡിനുള്ളിൽ തന്നെ ബ്രഹ്മോസ് ആക്രമണം നടത്തിയെന്ന് നമ്മൾ ദൃശ്യങ്ങളൊക്കെ തന്നെ കണ്ടെയാണ്. റാവൽപിണ്ടിയിലെ വിമാനത്താവളം, നൂർഖാൻ വിമാനത്താവളത്തിൻ്റെ റൺവേ അവിടെ ഒരു വലിയ കുളമാക്കിയത്, ഒരിക്കൽ വലിയൊരു കുളത്തിന് സമാനമായ രീതിയിൽ വലിയൊരു ഗർത്തമുണ്ടാക്കിയത് ഈ ബ്രഹ്മോസ് മിസൈലാണ്. കൃത്യമായ, അതായത് ഏത് ലക്ഷ്യത്തിലേക്ക് നമ്മൾ വിച്ഛേദിക്കുന്നോ ആ ലക്ഷ്യം ഭേദിക്കുവാൻ ഉതകുന്ന എല്ലാ ആക്യുറസിയും ആ ബ്രഹ്മോസ് മിസൈലിനുണ്ട് എന്നുള്ളത് ലോകരാഷ്ട്രങ്ങൾ തിരിച്ചറിഞ്ഞു. ഇതിനോടകം തന്നെ ഫിലിപ്പൈൻസ് ബ്രഹ്മോസ് ഇതിനോടകം തന്നെ ഭാരതത്തിൽ നിന്നും കൈപ്പറ്റിയിട്ടുണ്ട്. ഇതിനു പുറമെ ഇപ്പോൾ ഏതാണ്ട് 15ഓളം മറ്റ് വിദേശ രാജ്യങ്ങൾ കൂടി ബ്രഹ്മോസിനായി ഭാരതത്തിന് മുന്നിൽ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് പ്രതിരോധ മന്ത്രി സൂചിപ്പിക്കുന്നത്. ഉത്തർപ്രദേശിലെ ലക്നൌവിൽ ബ്രഹ്മോസിനായി പ്രത്യേക യൂണിറ്റ് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ ഉദ്ഘാടനം നേരത്തെ തന്നെ പ്രതിരോധ മന്ത്രി നിർവഹിച്ചതാണ്. അവിടെ ഉൽപ്പാദിപ്പിക്കുന്ന കൂടുതൽ ബ്രഹ്മോസ് യൂണിറ്റുകൾ മറ്റ് വിദേശ രാജ്യങ്ങൾക്ക് നൽകാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. നിലവിൽ രാജ്യത്ത് ബ്രഹ്മോസിന്റെ ഉൽപ്പാദനം കൂടുതൽ വർദ്ധിപ്പിച്ച വിദേശ രാജ്യങ്ങൾക്ക് കൂടി സഹായമാകുന്ന രീതിയിൽ, അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളുടെ പ്രതിരോധ മേഖലയ്ക്ക് മുതൽക്കൂട്ടാകുന്ന രീതിയിൽ ബ്രഹ്മോസിന്റെ ഉപയോഗം ലോകരാഷ്ട്രങ്ങൾക്കാകെ വ്യാപിപ്പിക്കുവാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു. DRDO ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ബ്രഹ്മോസുകൾ നിർമ്മിക്കുവാൻ ഉതകുന്ന തരത്തിലേക്ക് DRDOയുടെ പ്രവർത്തനങ്ങളും ഇതിനോടകം തന്നെ ഊർജിതപ്പെടുത്തിയെന്നാണ് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. കൃഷ്ണരാജ്. നന്ദഗോപനാണ് വിവരങ്ങൾ നൽകിയത്.